greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. Also at Kannur, Kanyanad, Payyanur and Irati. 1999 കേന്ദ്ര അംഗീകൃത വനഭൂമി പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ രേഖകൾ സമർപ്പിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷവും പട്ടയം നൽകാതെ പട്ടയമേളയിൽ മാത്രമേ നൽകാൻ ഉത്തരവുള്ളൂ എന്ന അധികാരികളുടെ നടപടി കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണെന്ന് വെൽഫെയർ പാർട്ടി. ഇത് സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ആയതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ജില്ലയിലെ 149 പട്ടയങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ എളനാട് അറിയിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മൊയ്തീൻ കുട്ടി PH, മുഹമ്മദ് കുട്ടി PA, സലീം ടി മുത്തു, മുഹമ്മദ് നീളം പള്ളിയാൽ തുടങ്ങിയവർ പങ്കെടുത്തു. 1999 കേന്ദ്ര വിജ്ഞാപനം വന്ന വനഭൂമി പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ അവകാശികളോ ഇതുമായി ബന്ധപ്പെട്ട പട്ടയവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പട്ടയം കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ പേപ്പറാണോ ആവശ്യമുള്ളത് ആ രേഖകളെല്ലാം ലാൻഡ് അസൈൻമെന്റ് ഓഫീസിൽ സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് സർവേയർ വരും, വന്ന് അളന്നിട്ട് പോകും. പിന്നീട് തഹസിൽദാർ വന്നു അളന്നിട്ട് പോയി. എന്നിട്ട് എല്ലാ നോട്ടീസ് ബോർഡിലൊക്കെ ഇട്ടതിന് ശേഷം വില്ലേജിലും പഞ്ചായത്തിലും താലൂക്കിലും നോട്ടീസ് ബോർഡിൽ പതിച്ചതിന് ശേഷവും പൂർണ്ണമായ നടപടിക്രമങ്ങൾ ഒരു പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചതിന് ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പട്ടയമേളയിലെ തരാൻ നിർദ്ദേശമുള്ളൂ എന്നതാണ്. ഇതൊരു വിചിത്രമായ വാദമാണ്. ഇത് പട്ടയാപേക്ഷകരോടുള്ള കടുത്ത അനീതിയാണ്, നീതി നിഷേധമാണ്. ഇപ്പോൾ ഇത്രയും വർഷം 24 വർഷം പിന്നിട്ടിട്ടും പട്ടയമേളയിൽ കൊടുക്കുമെന്ന് പറയുന്നത് തികഞ്ഞ ധാർഷ്ട്യമാണ്. പട്ടയ വിതരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള സർക്കാരിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. VCV ന്യൂസ് ചേലക്കര. You are watching VCV News.